അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസമാണ് ഒരു മാപ്പപേക്ഷയുടെ ലെറ്റർ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അത് മറ്റാരുടേതുമല്ല, ഇന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെയാണ്. അപ്പം ഇത് എന്താണെന്ന് എടുത്തു നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മയ്ക്ക് അസുഖം ബാധിച്ചതുകൊണ്ട് പരോൾ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അതെങ്ങനെയാണ് ഒരു വലിയ വാർത്തയാക്കേണ്ടത് എന്ന് മനസ്സിലായില്ലെങ്കിലും വളരെ അടുത്ത് തന്നെ അതിൻ്റെ കൂടെ ഒരു ട്രോൾ കൂടെ കണ്ടു. അത് വേറൊന്നുമല്ല, ആ ട്രോളിൻ്റെ സൈഡിലായിട്ട് ഒരു ഷൂവിൻ്റെ ഒക്കെ ചിത്രം ഉണ്ട്. ഒരു ഷൂ വെച്ചിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഷൂ വെച്ചിട്ട് ആരെയാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ ഇന്ത്യൻ ചരിത്രത്തിലുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായിരുന്നു ആ വെളുപ്പിക്കൽ ഉദ്ദേശം? പിണറായി വിജയനും മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാപ്പ് പറഞ്ഞ തെറ്റല്ല എന്നാണോ? അതോ പിണറായി വിജയൻ പരോൾ അപേക്ഷിച്ചതുപോലെ ഒരു അപേക്ഷ മാത്രമായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തിരുന്നത് എന്നാണോ? ആരെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് കുറേ പേർക്കൊക്കെ ഇപ്പോൾ നല്ലപോലെ മനസ്സിലാക്കാം. യെസ്, VD സവർക്കർ അഥവാ വിനായക് ദാമോദർ സവർക്കർ. BJP ഹെഡുകളിൽ അല്ലെങ്കിൽ വലതുപക്ഷ ഹെഡുകളിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം വീരനായിരുന്നു, ധീരനായിരുന്നു, ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ബ്രിട്ടീഷ് ജയിൽവാസത്തിൽ പോലും കുതന്ത്രശാലിയായി പുറത്തു വന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത ചാരനായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യ ഒറ്റിക്കൊടുക്കാമെന്ന് എഴുതി മാപ്പപേക്ഷ എഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തന്നെ വില കളഞ്ഞ് പുറത്തു വന്നൊരു മനുഷ്യനായിരുന്നു. പുറത്തു വന്ന ശേഷം ആ പ്രവൃത്തി ചെയ്ത ആളായിരുന്നു. സത്യത്തിൽ ആരായിരുന്നു സവർക്കർ? നമ്മൾ ഈ പഠിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ സവർക്കർ എന്ന പേരിനപ്പുറത്ത്? ഇന്നത്തെ റൈറ്റ് ടോക്സിൻ്റെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഒന്ന് കൃത്യമായി പരിചയപ്പെടാം VD സവർക്കറെ. 1883 മെയ് മാസം 23-ാം തീയതി മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ഒരു ചിക്പാവൻ ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ജനനം മുതൽ തന്നെ കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പുസ്തകങ്ങളുടെയും അറിവിന്റെയും ഒക്കെ ഇടയിലാണ്. മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങളായിക്കോട്ടെ, ചരിത്ര ഗ്രന്ഥങ്ങളായിക്കോട്ടെ, നല്ല അവൈലബിലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ വായനയ്ക്കൊത്ത ക്രിയേറ്റിവിറ്റിയും ചെറുപ്പത്തിലെ വളർന്നു വരുമ്പോഴാണ് ഒരു 9 വയസ്സുകാരന് സ്വന്തം അമ്മയെയും അച്ഛനെയും നഷ്ടമാകുന്നത്. അന്നത്തെ അതിന്റെ കാരണമായിരുന്നത് പ്ലേഗ് എന്ന മഹാമാരിയായിരുന്നു. ഈ പ്ലേഗ് തടയുന്നതിൽ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല എന്നൊരു വിമർശനം അന്നുമുണ്ട്. അതുതന്നെയായിരിക്കാം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സാവർക്കർ ആദ്യമായി ചിന്തിക്കുന്നതിന് കാരണം. ആ ചിന്തയ്ക്ക് ഒപ്പം തന്നെയായിരുന്നു 9 വയസ്സുകാരനായ സവർക്കറിനോടൊപ്പം ഉണ്ടായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ ഗണേഷ് സവർക്കർ. പിന്നീട് ആ ഗ്രാമം സാക്ഷ്യം വഹിക്കുന്നത് കുറെ അധികം ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കാണ്. അതിൽ അടുത്തൊന്നും ഭാഗമാകുന്നില്ലെങ്കിലും പിന്നീട് 12 വയസ്സുള്ളപ്പോൾ സവർക്കർ ഭാഗമാവുന്നുണ്ട്. അക്കാലത്താണ് അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് എങ്ങനെയോ വളരെ പെട്ടെന്ന് ഒരു പന്നിയുടെ തല പ്രത്യക്ഷപ്പെട്ടു. അതിന് പ്രതിരോധം എന്ന കണക്കെ ഒരു അമ്പലത്തിൽ ഒരു പശുവിനെ കൊന്നു എന്ന വാർത്തയും പുറപ്പെട്ടു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പന്നിയും പശുവും രാഷ്ട്രീയത്തിലോട്ട് കടന്നു വന്നത് ഇന്നലെയോ ഇന്നോ അല്ല എന്ന്. അതുപോലെ തന്നെ പിന്നീട് അതിനെ തുടർന്ന് അവിടെ തുടരെ കലാപങ്ങൾ ഉണ്ടായിരുന്നു. തുടങ്ങി വെക്കാൻ സാവർക്കർ അടക്കമുള്ള 12 വയസ്സ് മുതൽ പല പ്രായത്തിലുള്ള ആളുകൾ ചേർന്ന ഒരു സംഘത്തിന് കഴിഞ്ഞു. അവരവിടെ ഒഴിഞ്ഞു കിടന്നൊരു പള്ളി തേടി കണ്ടെത്തി അതിന് ചില ഭാഗങ്ങൾ തെളിയിപ്പിടിച്ചു. തുടർന്ന് എതിർത്തും തിരിച്ചടിച്ചുമായിട്ട് കുറെ ദിവസങ്ങൾ ഉണ്ടാവുകയും അതിൽ സാവർക്കർ പക്ഷത്തിന് വിജയം ഉണ്ടാവുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നു. എന്നിരുന്നാലും അന്ന് ഒരു ഹിന്ദു മുസ്ലിം റയറ്റിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഭാഗമായ സവർക്കറെ അല്ല പിന്നീട് ചരിത്രം കണ്ടു. അതിൽ കുറെ മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങളുടെ ഒരു സീരീസ് തന്നെ വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ പിന്നീട് ഇന്ത്യയിൽ ചില ആസൂത്രിത ബ്രിട്ടീഷ് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം വായനാശീലമുള്ള സവർക്കറിന് ഒരു ഇൻഫ്ലുവൻസുമായിരുന്നു. അതാണ് അദ്ദേഹത്തെ കൊണ്ട് അന്നത്തെ മിത്രമേള എന്ന സംഘടന സ്ഥാപിക്കുന്നത്. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണം, അതിന് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ പോകണം തുടങ്ങിയ ഒരുപാട് ആശയങ്ങളെ ഒത്തുചേർക്കുന്ന ഒരു സംഘടന. ഈ സംഘടനയ്ക്ക് ഇന്ത്യയിൽ അന്ന് വേറെയും ഒരുപാട് കോപ്പീസ് ഉണ്ടെന്നേ പറയാൻ പറ്റും, ബ്രാൻഡ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതുപോലെ വേറെ സംഘടനകളുണ്ട്, പക്ഷെ അവരാരും തന്നെ ഇത്ര ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. പല സ്റ്റെപ്പുകളായിട്ട് അവർക്ക് നല്ല പോലെ മെമ്പർഷിപ്പ് കിട്ടി. പിന്നീട് ബാലഗംഗാധർ തിലക് പോലുള്ള ആളുകളിൽ നിന്ന് കൂടെ ഇൻഫ്ലുവൻസ് സ്വീകരിച്ച് ഈ സംഘടന 1904 അഭിനവ് ഭാരത് എന്ന മറ്റൊരു സംഘടനയെ മാറി. അല്ലെങ്കിൽ ഒരു യങ് ഇന്ത്യൻ ഫെഡറേഷൻ എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. കുറച്ച് നല്ല പോലെ ആക്രമണ സ്വഭാവം ആയിരുന്നു ഇവരുടെ ഒരു പൊതുമുതൽ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യണം എന്നൊരു ധാരണ, ഒരു തീവ്ര മനോഭാവം തന്നെയായിരുന്നു ഇവരുടെ ഒരു ശക്തി.
അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്ക് മഹാരാഷ്ട്രയ്ക്ക് അകത്തും പുറത്തും എന്തിനേറെ പറയുന്നു, പിൽക്കാലത്ത് സാവർക്കർ ലണ്ടനിൽ പഠിച്ച സമയത്ത് അവിടെയും ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ചോദ്യം, സാവർക്കർ എങ്ങനെ ലണ്ടനിലേക്ക് പോയി എന്നത്? അതിന് കാരണമാകുന്നത് 1901 അദ്ദേഹത്തിന് പൂനെ ഫെർഗൂസൺ കോളേജിൽ ലഭിച്ച അഡ്മിഷനാണ്. BA ബിരുദത്തിനായിരുന്നു ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ BA പഠിക്കുന്ന കാലത്ത് ബാലഗംഗാധര തിലക് ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു കേന്ദ്രമായിരുന്ന കോളേജ് സാവർക്കറിലെ ദേശസ്നേഹത്തെ ശക്തിയായിട്ട് വളർത്തുന്നു. സാവർക്കർ മാത്രമല്ല കേട്ടോ വളരുന്നത്, അയാളിലൂടെയുള്ള എഴുത്തുകള്, ചിന്തകള്, കാര്യങ്ങളെല്ലാം ഇയാൾ ശക്തമായിട്ട് എഴുതുന്നുണ്ട്. നല്ലപോലെ പ്രസംഗങ്ങൾ എഴുതാൻ അറിയാമായിരുന്നു സാവർക്കറിന്. അങ്ങനെ ഈ പ്രസംഗങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കൂടിയാണ് ഈ പറഞ്ഞ മിത്ര യോജനയിലേക്കും പിന്നീട് അഭിനവ് ഭാരതിലേക്കും വരുന്നത്. അതിന് കാരണമാകുന്നത് 1906 അദ്ദേഹം ലണ്ടനിലേക്ക് പോകുമ്പോഴാണ്. അവിടെ മാഡം പിക്കാജി ഗാമെ അടക്കം വരുന്ന ഒരുപാട് പേരുമായിട്ട് അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ആയതോടുകൂടി കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലാനും സാവർക്കറിന് കഴിയുന്നുണ്ട്. പക്ഷേ സാവർക്കർ എന്താ വലിച്ചു വന്നത്? അതൊരിക്കലും ഒരു ഗാന്ധിയൻ നയമോ അല്ലെങ്കിൽ സമാധാന സമര നയമോ അല്ല. ഈ ബ്രിട്ടീഷുകാരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് എങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാമെന്നുള്ളതാണ്. അതായത് ബ്രിട്ടീഷുകാർ മരിക്കണേൽ എന്ത് വേണം? വെപ്പൺ വേണം. അങ്ങനെയാണ് അദ്ദേഹം ആയുധക്കിടത്ത് ആരംഭിക്കുന്നത്. അങ്ങനെ പല തവണകളിലായിട്ട് ഏകദേശം 10-20 ഉന്നം തെറ്റാത്ത തോക്കുകൾ സാവർക്കർ ഇന്ത്യയിലോട്ട് കടന്നു. പക്ഷെ ഇത് പിടിക്കപ്പെടുന്നത് കടത്തലിനിടയിലാണ്. അതുമൂലം നടന്ന 2 കൊലപാതകങ്ങളാണ്. അതിലൊന്ന് നടക്കുന്നത് ലണ്ടനിൽ വെച്ചാണെങ്കിൽ മറ്റൊന്ന് നടക്കുന്നത് ഗുജറാത്തിൽ വെച്ചാണ്. 1909 ലണ്ടനിൽ വെച്ച് ലോർഡ് വെയ്ലി എന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഉന്നം മാറി വെടികൊണ്ട് കൾസൺ വെയ്ലി മരണപ്പെട്ടു. അതേ വർഷം തന്നെ ആനന്ദ് ലക്ഷ്മൺ കൻഹരെ എന്ന വ്യക്തി ഇന്ത്യയിലെ ഗുജറാത്തിൽ വെച്ചിട്ട് AD ജാക്സൺ എന്ന കളക്ടറെയും കൊല ചെയ്തു. രണ്ടും എങ്ങനെയാണ് സാവർക്കറിലേക്ക് എത്തുന്നതെന്നല്ലേ? രണ്ടിനും കാരണമായത് ഏകദേശം ഒരേ രീതിയിലെ ഗണ്ണുകൾ. പിൽക്കാലത്തുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞത് ഈ 2 ഗണ്ണുകളും അവർക്ക് എത്തിച്ചു കൊടുത്തത് സാവർക്കർ ആയിരുന്നു. ഈ 2 കൊലപാതകം ചെയ്ത വ്യക്തികളും ഇവരുമായിട്ട് സാവർക്കറിന് അടുത്ത ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവർക്കറിന്റെ മോട്ടിവേഷനിലൂടെയാണ് ഇവർ നേരത്തെ പറഞ്ഞ സംഘടനയിലേക്ക് കടന്നു വരുന്നത്. വെറും മോട്ടിവേഷൻ അല്ല, അതിനുവേണ്ടി അദ്ദേഹം ചില ആളുകളുടെ ഗ്രന്ഥങ്ങൾ മഹാരാഷ്ട്രയിലെ മറാഠി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൂടുതൽ ആളുകളെ വായിപ്പിച്ച് ഗറില്ല ആക്രമണ രീതികൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. അതിൽ നിന്ന് പ്രോത്സാഹനം ഉൾക്കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 കൊലയും ചെയ്ത വ്യക്തികൾ ഈ കൊലപാതകങ്ങൾക്ക് തയ്യാറായി മുന്നോട്ട് വന്നു. എന്നിരുന്നാലും അത് ബ്രിട്ടീഷ് സർക്കാരിനെ നല്ല രീതിയിൽ പിടിച്ചുലച്ചു. അവര് സാവർക്കറിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സാവർക്കർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 1910 ലണ്ടനിൽ വെച്ചാണ്. എന്നാൽ അറസ്റ്റ് പുറപ്പെടുവിക്കുമ്പോൾ സാവർക്കർ ലണ്ടനിൽ തന്നെ ഇല്ല. അദ്ദേഹം ഉണ്ടായിരുന്നത് പാരീസിലായിരുന്നു. പിന്നീട് എങ്ങനെയോ അദ്ദേഹം ലണ്ടനിൽ വന്ന് ഇറങ്ങുന്ന ദിവസം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് കുറച്ചു നാളും അവിടുത്തെ ബ്രിക്സൺ ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ബ്രിക്സൺ ജയിലിൽ നിന്ന് അതിവേഗം തന്നെ അയാളെ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള നടപടി ഉണ്ടായി. പക്ഷെ അതിനായി പുറപ്പെട്ട SS മോറിയ എന്ന കപ്പൽ ഫ്രാൻസ് തീരത്തിനടുത്ത് നങ്കൂരമിട്ടപ്പോഴാണ് നാടകീയമായ ചില സംഭവങ്ങളുള്ളത്. ഇവിടെ വായനയ്ക്ക് 2 ധ്രുവങ്ങൾ കൽപ്പിക്കാം. ചിലർ പറയുന്നത് അദ്ദേഹം ജനലിലൂടെ, അതായത് ബാത്റൂമിന്റെ ജനലിലൂടെ എടുത്തു ചാടിയെന്നും മറ്റു ചിലർ പറയുന്നത് അദ്ദേഹം പീരങ്കിക്കുഴലിലൂടെ എടുത്തു ചാടിയെന്നാണ്. രണ്ടായാലും എടുത്ത് ചാടി എന്ന് പറയുന്നതിൽ തർക്കമൊന്നുമില്ല. ചാടി നീതി കയറിയത് ഫ്രാൻസിൽ, ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ അഭയം. ഫ്രാൻസ് അത് കൊടുക്കാൻ പ്രത്യക്ഷത്തിൽ തയ്യാറായിരുന്നെങ്കിൽ പോലും പിന്നീട് ലോകം മൊത്തമുള്ള പ്രഷർ, മറ്റ് സംഘടനകളുടെ ആവശ്യപ്പെടൽ എല്ലാം ഒരു വിചാരണയിലേക്കും ആ വിചാരണ പ്രകാരം സാവർക്കറിനെ ബ്രിട്ടന് വിട്ടുകൊടുക്കാനും ഫ്രാൻസും സമ്മതിച്ച് അദ്ദേഹം പിന്നീട് ബോംബെയിലേക്ക് എത്തുകയാണ്. അങ്ങനെ 1910 ജൂലൈ 22-ാം തീയതി അദ്ദേഹം ബോംബെയിലെത്തി. ബോംബെയിലെ എർബാഡ ജയിലായിരുന്നു അയാൾക്ക് സ്വീകരണം നൽകിയത്. അവിടെ അധികം നാളുണ്ടായിരുന്നില്ല, കാരണം അവിടെ വിചാരണ തടവായിരുന്നു, അത് സ്ഥിരം തടവല്ല. ആ വിചാരണ പൂർത്തിയാകുമ്പോൾ വർഷം 1911. സാവർക്കറിന് വയസ്സ് 28. നമ്മളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുപ്പം, യൗവനം, ആരോഗ്യമുള്ള പ്രായം. അങ്ങനെ അന്ന് ചിന്തിക്കുന്ന രീതി കൂടെ കണക്കാക്കി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീവ്രമായിട്ട് എങ്ങനെ ബ്രിട്ടീഷുകാരെ കൊല്ലാം, ബ്രിട്ടീഷുകാരെ തുരത്താം എന്ന് ആലോചിച്ചു കൂട്ടുന്ന പ്രായമായിരിക്കണം. ആ സമയത്താണ് 50 വർഷത്തെ തടവ് പ്രഖ്യാപിക്കുന്നത്. പോകേണ്ടത് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയർ ദ്വീപുകളിലുള്ള കാലാപാനി എന്ന ദ്വീപിലേക്ക്. ഇത് സാവർക്കറിനെ നല്ല പോലെ മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ടാവുക തന്നെ വേണം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അതാണ് പിന്നീടുള്ള സംഭവം സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു വസ്തുത പറയാം. എന്തുകൊണ്ട് കാലാപാനി എന്ന ദ്വീപ്?
അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്നത്തെ ശിപായി ലഹളയിലുള്ള ആളുകളെ തടവിലാക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ജയിലാണ്. ഈ സ്റ്റാർ ഷേപ്പിലുള്ള 7 ഭാഗങ്ങളുള്ള ജയിലിന്റെ നടുവശം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അതിന് ചുറ്റുമുള്ള തടവുകാരെ സദാ ഒബ്സർവ് ചെയ്യാനുള്ള സർവ്വ സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടാണ്. അവിടെ ഒരുപാട് ലിമിറ്റേഷനോടൊപ്പം തന്നെ 4.5 അടി നീളത്തിൽ 2.5 അടി വീതിയിലാണ് ഒരാൾക്ക് സെല്ലുലാർ ജയിൽ കൊടുക്കുന്നത്. ആ സെല്ലുകളിൽ താമസിക്കുമ്പോഴും ഒരുപാട് നിയമങ്ങളുണ്ട്. അതിനൊക്കെ മുമ്പേ എന്തുകൊണ്ട് കാലാപാനി എന്നുള്ള ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞില്ലല്ലോ. അത് കടലിനപ്പുറത്താണ്. അതായത് അതൊരു അപമാനമാണ്. കടൽ കടന്നാണ് ഒരു ഇന്ത്യക്കാരൻ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജാതി നഷ്ടപ്പെട്ടു എന്നാണ്. ജാതി നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അവൻ അശുദ്ധനാവുക എന്ന് അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ അതും ഒരു ശിക്ഷ തന്നെയാണ്. അത് കിട്ടിയ ഒരാൾ സവർക്കർ മാത്രമല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ പൊക്കി പറഞ്ഞിട്ടൊന്നുമില്ല. ആ കിട്ടിയ പല വ്യക്തികളിൽ ഒരാളായി സവർക്കർ കാലാപാനിയിൽ എത്തുന്നു. അന്നത്തെ അവിടുത്തെ ശിക്ഷണ രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ക്രൂരതകളാണ്. ഒന്ന്, ചക്കില് എണ്ണയിട്ടാട്ടാൻ അവിടെ കാളകളൊന്നുമില്ല, അത് ഈ മനുഷ്യർ ചെയ്യണം. അത് സാവർക്കറും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. ഭയങ്കര മോശമായിട്ടുള്ള പുഴു അരിച്ചിട്ടുള്ള ഭക്ഷണം കൊടുത്താലും കഴിക്കണം. ഈ ചില ജയിലുകളിലൊക്കെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇന്ന് വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതൊന്നും അന്ന് അവിടെ ഇല്ല. ഇട്ട ഡ്രസ്സ് കൊണ്ട് തന്നെ കുറെ കാലം മുന്നോട്ട് പോകണം. ഈവൻ ബാത്റൂം യൂസ് ചെയ്യുന്നത് വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട കാലാപാനി എന്ന ചിത്രം ഇറക്കിയപ്പോൾ നമ്മൾ അതിൽ കണ്ടെത്തുന്നത് ഭയങ്കര ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള വീരനായിട്ടുള്ള സവർക്കറെയാണ്. പക്ഷേ ഒരു വസ്തുത അവിടെ ശ്രദ്ധിക്കേണ്ടത്, ജയിലിലെത്തി 1 മാസം തുടങ്ങുന്നതിന് മുമ്പ് മൂപ്പരുടെ പ്രധാന കലാപരിപാടി ആരംഭിച്ചിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് മാപ്പ്. അങ്ങനെ 1911 ഓഗസ്റ്റ് 30 ആദ്യമായി സവർക്കറിന്റെ അതിമനോഹരമായ കൈപ്പടയിലുള്ള മാപ്പ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കാണുകയായി. പക്ഷേ എന്തോ രസം പോരാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി എഴുതട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം, സവർക്കറിന് വീണ്ടും ജയിൽവാസമായിരുന്നു. ശിക്ഷകൾ വർദ്ധിച്ചു, പ്രശ്നങ്ങൾ വർദ്ധിച്ചു. ഇത് തീർച്ചയായിട്ടും അയാളെ മെന്റലി അഫക്ട് ചെയ്തുകൊണ്ടായിരിക്കാം പിന്നീട് 5 തവണ സവർക്കർ തന്നെ മാപ്പ് എഴുതുന്നുണ്ട്. സവർക്കറിന് വേണ്ടി ഈ കാലയളവില് സവർക്കറിന്റെ മകൻ ഗാന്ധിജിയെ കത്തെഴുതി അറിയിക്കുന്നുണ്ട്. ഇതാണ് മറ്റൊരു വിവാദത്തിന് തുടക്കമാവുന്നത്. ഗാന്ധിജി പറഞ്ഞിട്ടാണത്രേ സവർക്കർ മാപ്പ് എഴുതി കൊടുത്തത്. അല്ല, ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം 11 തവണ ജയിലിൽ പോയപ്പോഴും ഗാന്ധിജി തന്നെ എഴുതി കൊടുത്തില്ലല്ലോ മാപ്പ്. പിന്നെ എങ്ങനെയാണ് ഗാന്ധിജി വേറൊരാൾ എഴുതാൻ പറയുന്നുള്ള ഒരു ചോദ്യം. 2, ഈ വാദം അപ്പൊ എവിടുന്ന് തുടങ്ങുന്നു? ഗാന്ധിജിക്ക് സവർക്കറിന്റെ മകനിൽ നിന്ന് കിട്ടിയ കത്തിന് ഗാന്ധിജി മറുപടി അയച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പറയുന്നത് കൃത്യമായി ചെയ്ത വസ്തുതകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് എഴുതി അറിയിക്കുമെന്നല്ലാതെ മാപ്പ് എഴുതി പുറത്തു വരുമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധിജി പറഞ്ഞിട്ട് എന്നുള്ള വാദം തള്ളിക്കളഞ്ഞാലും മാപ്പ് എഴുതിയിട്ടുണ്ട്. അതിന് 2 വാദങ്ങളുണ്ട്. 2 കൂടാതെ മൂന്നാമത്തെ ഒരു ന്യൂട്രൽ വാദവുമുണ്ട്. ഒന്നാമത്തെ വാദം, സവർക്കർ ഒരു ബുദ്ധിമാനായിരുന്നു. ഇനിയും ബ്രിട്ടൻ ജയിലിൽ കടന്നു കഴിഞ്ഞാൽ താൻ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എങ്ങനെയും മാപ്പ് എഴുതി കൊടുത്തോ പ്രീണിപ്പിച്ചോ പുറത്തു വന്ന് 8ന്റെ പണി തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ വാദം ഏതായിരിക്കും? നേരെ തിരിച്ച്, സവർക്കർ വീരനല്ല, ഭീരുവാണ്. അതുകൊണ്ട് തന്നെ മാപ്പ് കിട്ടി എങ്ങനെയെങ്കിലും പുറത്തു വരാൻ മാത്രമാണ് ശ്രമിച്ചിരുന്നത്. സവർക്കർ ആ ജയിൽ കണ്ട് പേടിച്ചു പോയി എന്നുള്ളൊരു വാദം. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ന്യൂട്രൽ വാദം, ഇതൊക്കെ സ്വാഭാവികമല്ലേ, ജയിൽ കണ്ടാൽ ആരും പേടിക്കില്ലേ, അത് വെറും മാപ്പപേക്ഷയായിരുന്നു അല്ലെങ്കിൽ ദയാഹർജി ആയിരുന്നു, അത് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടല്ലോ എന്നുള്ള വാദം. 3 വാദങ്ങളും ഏറെ തന്നെ നിൽക്കട്ടെ, തൽക്കാലം ന്യൂട്രൽ പിടിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ, ഇന്നത്തെ കോൺഗ്രസുകാരെയൊക്കെ ചൊടിപ്പിക്കുന്നത് AK ഗോപാലനും ഇന്ദിരാഗാന്ധിയും ഇയാളെ അംഗീകരിച്ചിട്ട് പോലും ഇന്ന് ഇവരൊക്കെ തിരിച്ചു പറയുന്നതിന് ഒരു പ്രധാന കാരണം ഞാൻ വന്ന മാപ്പപേക്ഷയുടെ ഫോർമാറ്റിലുള്ള പ്രശ്നം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ പുറത്തു വിട്ടാൽ നിങ്ങൾക്കാണ് ബെനിഫിറ്റ്. അതായത് ഞാൻ അടക്കമുള്ള എൻ്റെ കൂട്ടാളികളുടെ മുഴുവൻ സഹായവും സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. 2, എന്നെപ്പോലെ ഞാൻ വഴിതെറ്റിപ്പോയവനാണ്. എന്നെപ്പോലെ വഴിതെറ്റി ബ്രിട്ടീഷിനെതിരെ സമരം ചെയ്യുന്നവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. മറ്റൊന്ന്, ഇതിലൊക്കെ നിങ്ങളുടെ ഒരു ദാസിനെ പോലെ ആയിരിക്കും ഞാൻ എന്ന് വരെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയിലെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഏൽപ്പിക്കുന്ന അപമാനം ചെറുതാണ്. ഒരുപക്ഷെ അന്ന് എല്ലാവരും ഇത് അറിഞ്ഞു കാണണം നിർബന്ധമില്ല. ഇന്ന് ഈ ചരിത്രം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ, സുനിൽ പി ഇളയടത്തെ പോലുള്ള ആളുകൾ ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഒരുപാട് ഹെഡുകളിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള പല ഡിസ്കഷൻ വരുമ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പലതും തോന്നിയേക്കാം. ഈ കാലയളവിൽ ഒരു പ്രശ്നമുണ്ട്. ഈ സെല്ലുലാർ ജയിൽ സത്യത്തിൽ ബ്രിട്ടീഷുകാർക്കും തലവേദനയാണ്. ഒന്ന് അങ്ങോട്ട് കൊണ്ടുവരലൊക്കെ ഒരു റിസ്ക്. മറ്റൊന്നെന്ന് പറയുന്നത്, അവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലറിയിക്കാൻ പറ്റാത്തതൊക്കെ വലിയ വിവാദങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ ആ സിനിമയിൽ കണ്ടതുമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ചെലവ് കൊണ്ടൊക്കെ മുട്ടിയിട്ടായിരിക്കണം, അല്ലാണ്ട് രാജ്യസ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ. ബ്രിട്ടീഷുകാർക്ക് അത്ര സ്നേഹമൊന്നും ഇന്ത്യയോടില്ലായിരുന്നു.
ലവന്മാരത് പൂട്ടാൻ തീരുമാനിച്ചു 1921. അന്നും സാവർക്കറെ വെറുതെ വിട്ടിട്ടില്ല. പലരെ മുൻപേ വെറുതെ വിട്ടിട്ടുമുണ്ട്. രാഷ്ട്രീയ തടവുകാരെ വെറുതെ വിടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ആ ആവശ്യപ്പെടലുകൾ ഒന്നിലും തന്റെ കുറിപ്പടികളിലുമായിട്ട് ഗാന്ധിജി ഇദ്ദേഹത്തെ ധീരൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ ചരിത്രം നിഷേധിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്നാണ് ഇയാൾ പുറത്തു വരുന്നത്? 1921 അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് രത്നഗിരിയുടെ ജയിലിൽ അടച്ചു. ജയിൽ അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല, വായനാ സ്വാതന്ത്ര്യവും ഇല്ലാതായി മാറി. പിന്നീട് 1924 ഒന്ന് പുറത്തേക്ക് വിടുന്നത്. പക്ഷെ കണ്ടീഷനുണ്ട്, കണ്ടീഷൻ ബെയിൽ എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. അതിതാണ് രത്നഗിരി വിട്ട് പുറത്തു പോകാൻ പാടില്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വശത്തേക്ക് പോലും പോകാൻ പാടില്ല. ഈ കണ്ടീഷനുകളൊക്കെ അംഗീകരിച്ച മട്ടിൽ തന്നെയായിരുന്നു സാവർക്കറിന്റെ പിന്നീടുള്ള ജീവിതം. പക്ഷെ അവിടെ എടുത്തു പറയേണ്ട ചില വസ്തുക്കൾ കൂടിയുണ്ട്. ഇങ്ങനെ രത്നഗിരി ജയിലിൽ കഴിയുന്ന കാലത്ത് ഇവിടെ തൊട്ട് സാവർക്കറിൽ വൻ മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറയാതെ വയ്യ. അതിലൊന്നാണ് അദ്ദേഹം ഹെഡ്ഗേവാർ എന്ന RSS നേതാവിനെ നേരിട്ട് കണ്ടിരുന്നു. അങ്ങോട്ട് പോയിട്ടല്ല, ഹെഡ്ഗേവാർ ഇങ്ങോട്ട് വന്ന് കണ്ടിരുന്നു എന്നുള്ളത് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ആ ചർച്ചയുടെ കൂടുതൽ വിശദ വിവരങ്ങളൊന്നും എവിടെയും ലഭ്യമല്ലെങ്കിലും പിന്നീട് സാവർക്കറിൽ വന്ന മാറ്റങ്ങളിൽ അദ്ദേഹം തീവ്ര ഹിന്ദുത്വവാദിയായി മാറി. കുറച്ചുകൂടി ഹിന്ദുത്വത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വാദങ്ങൾ അയാളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവർക്കറിന്റെ ഹിന്ദുത്വവാദമല്ല ഗാന്ധിജിയുടെ ഹിന്ദുത്വവാദം. ഗാന്ധിജി അപ്പോഴും ഹരിജനങ്ങളായും ഗിരിജനങ്ങളായും ജനങ്ങളെ കണ്ടിരുന്നു. ചാതുർവർണ്ണ്യം നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരുന്നു. പക്ഷെ ഇവിടെ സാവർക്കർ നേരെ തിരിച്ചു പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളായി നിൽക്കണം, ഹിന്ദുക്കൾ പട്ടാളത്തിൽ ചേരണം, ട്രെയിനിങ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടിലും സാമ്യതയും ഉണ്ട്, വ്യത്യാസവും ഉണ്ട്. പക്ഷെ അവർ ശക്തമായി ആർഗ്യൂ ചെയ്തിരുന്നു. ഈ ആർഗ്യുമെന്റ് 1927 അവരുടെ കൂടിക്കാഴ്ചയിലും ഉണ്ടായിരുന്നു. ശേഷം 1931 രത്നഗിരിയിൽ സർവ്വ ഹിന്ദുക്കൾക്കും ജാതിമത ഭേദമന്യേ വന്നു പോകാവുന്ന ഒരു അമ്പലവും ഇദ്ദേഹം സ്ഥാപിച്ചതായിട്ട് പറയപ്പെടുന്നു. ഇതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് വീർ എന്നുള്ള പേര് ലഭിക്കുന്നത്. 1926 ചിത്രഗുപ്ത എന്ന നാമത്തിലുള്ള ഒരു തൂലികാ നാമത്തിൽ എഴുതപ്പെട്ട പുസ്തകത്തിലാണ്. അതിൽ സാവർക്കറിന്റെ ജനനം മുതൽ അക്കാലം വരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എടുത്തു പറഞ്ഞ അദ്ദേഹത്തെ ഒരു രാഷ്ട്രവാദിയായും ഒരു രാഷ്ട്രസ്നേഹിയായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. ഇതേ പുസ്തകം പിന്നീട് 1937 ഒന്നുകൂടെ റീപബ്ലിഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തീവ്രമായിട്ട് സാവർക്കറിനെ കുറിച്ച് എഴുതപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീട് ചരിത്രം തെളിയിച്ചു ചിത്രഗുപ്തൻ സാവർക്കർ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ സാവർക്കറിനെ വീർ എന്ന് വിളിച്ചതും പുകഴ്ത്തി പറഞ്ഞതും ഗാന്ധിജിയുടെ ഒരു ധീരൻ എന്ന അഭിസംബോധന മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് തുടങ്ങി വെച്ചത് സാവർക്കർ തന്നെയായിരുന്നു എന്നുള്ളത് ചരിത്രം മനസ്സിലാക്കി. പിൽക്കാലത്തുള്ള സാവർക്കറിന്റെ എഴുത്തുകളെല്ലാം രാഷ്ട്ര സ്നേഹത്തെക്കുറിച്ചായിരുന്നു, ഹിന്ദുത്വത്തെക്കുറിച്ചും ഹിന്ദുത്വത്തിന്റെ അസ്തിത്വങ്ങളെ കുറിച്ചുമായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ഒരുപാട് ആഹ്വാനങ്ങൾ നൽകി. പിൽക്കാലത്ത് ഇന്ത്യയിൽ നടന്ന ഈ ഹിന്ദു മുസ്ലിം റൈറ്റുകൾ തുടങ്ങി വെച്ചത് ബ്രിട്ടീഷുകാരായിരുന്നെങ്കിലും അവിടെ സാവർക്കർ അതിനെ എതിർത്തുകൊണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാവർക്കറിന്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ രണ്ടായി സ്പ്ലിറ്റ് ആവുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലായിരുന്നു. മുസ്ലിംസ് മറ്റൊരു രാഷ്ട്രത്തിന്റെ ആളുകളും ഹിന്ദുസ് മറ്റൊരു രാഷ്ട്രത്തിന്റെ ആളുകളുമായിരുന്നു. എന്നാൽ ഓർക്കണം, അദ്ദേഹത്തെ കുറിച്ചാണ് പിന്നീട് സാവർക്കർ ദ മാൻ ഹൂ കുഡ് ഹാവ് ബീൻ സ്റ്റോപ്ഡ് ദ ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതപ്പെട്ടത്. അപ്പോൾ എത്ര വസ്തുത അതിനുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. എന്നിരുന്നാലും ഇങ്ങനെ തീവ്രമായ വാദങ്ങളിലൂടെ ഗാന്ധിജിയുടെ പൂർണ്ണ എതിർപക്ഷമായി മാറുകയാണ് സാവർക്കർ. ഗാന്ധിയൻ സമരമാർഗങ്ങളുമായിട്ട് സാവർക്കറിന് ഇനി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനെ ഒരു രണ്ട് ധ്രുവങ്ങളിലേക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സാവർക്കർ പക്ഷത്തു നിന്ന് പിന്നീട് ഒരുപാട് നടപടികൾ ഉണ്ടായി. ഇവിടെയാണ് വീണ്ടും സാവർക്കർ പ്രതിയാകുന്നത്. അന്ന് വർഷം 1948. നമുക്കറിയാം, അന്നാണ് ഗാന്ധിജി വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ കൊലപാതക കേസിൽ എങ്ങനെ സാവർക്കർ 9ാം പ്രതിയായി മാറി? 1ാം പ്രതിയായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഈ കൊലപാതകം നടക്കുന്നതിന് 4 ദിവസം മുമ്പ് അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടിരുന്നു. നേരിൽ പോയി കണ്ട് അരമണിക്കൂറോളമുള്ള സംഭാഷണ സമയത്ത് ഇതേ പ്രതിപട്ടികയിൽ നിന്ന ബോഡ്ഗെ എന്ന വ്യക്തി താഴെ ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്ന ബോഡ്ഗെയുടെ കൺമുമ്പിൽ വെച്ചാണ് വിജയിച്ചു വരിക എന്ന ആശീർവാദം കൊടുത്ത് സാവർക്കർ വിനായക് ഗോഡ്സെയെ പറഞ്ഞയക്കുന്നു. എന്നാലും ഗാന്ധി വധവുമായിട്ട് പിന്നീട് നടന്ന ആദ്യകാല വിചാരണകളിൽ ഒന്നിലും തന്നെ സാവർക്കർ പ്രതിയെന്ന് തെളിയിക്കപ്പെട്ടില്ല. പക്ഷെ പിന്നീട് വന്ന കമ്മീഷനുകളുടെ അന്വേഷണത്തിൽ ഈ പറഞ്ഞ വസ്തുതകൾ പുറത്തു വന്നു. അതിനെക്കുറിച്ച് പിന്നീടും സാക്ഷിമൊഴികളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയാണ് വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം 1957 നടക്കുന്നത്.
അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 വർഷത്തോട് അടുക്കുമ്പോഴുള്ള പാർലമെന്റ് സമ്മേളനത്തിൽ പെട്ടെന്നൊരു ബില്ല് പ്രത്യക്ഷപ്പെട്ടു. ആ ബില്ലിൽ വീർ സവർക്കർ ഉൾപ്പെടെ കുറച്ചു പേരെ ഇന്ത്യയിലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് അംഗീകരിച്ച് ആനുകൂല്യങ്ങൾ നൽകണമെന്നുണ്ടായിരുന്നു. ആ ബില്ലിനെ അംഗീകരിച്ച പല ആളുകളിൽ കോൺഗ്രസ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും എന്തിനേറെ പറയുന്നു AKGയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കാര്യങ്ങൾ മൊത്തം അറിയാത്തത് കൊണ്ടായിരിക്കാം. ശേഷം പിന്നീട് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ വീർ എന്ന് അഭിസംബോധന ചെയ്യുകയും രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അംഗീകരിക്കുകയും സ്റ്റാമ്പിൽ മുഖം പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ സൊസൈറ്റി ആയിട്ടുള്ള ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുകയും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നു. എന്നാലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, അന്നും സാവർക്കർ എന്ന പേര് അത്ര ഉച്ചത്തിൽ കേട്ടിരുന്നില്ല. വളരെ മ്യൂട്ടഡ് ആയിട്ട് ദശാബ്ദങ്ങളോളം കിടന്ന പേര് പിന്നീട് പൊക്കി കൊണ്ടുവരുന്നത് ലാൽ കൃഷ്ണ അദ്വാനിയാണ്. സാവർക്കറോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് അദ്ദേഹം പോർട്ട് ബ്ലെയറിലെ ആ ദ്വീപിൽ ചെന്ന് അദ്ദേഹം താമസിച്ചിരുന്ന ജയിൽ മുറി കണ്ട് വിതുമ്പിക്കരഞ്ഞുവെന്നാണ് വാർത്താമാധ്യമങ്ങൾ പറയുന്നത്. ഒടുവിൽ തിരിച്ചു വന്ന ശേഷം അന്നത്തെ പിന്നീടുള്ള ഭരണത്തിൽ BJPയുടെ നിലപാടിന് മൊത്തത്തിൽ മാറ്റം ഉണ്ടാവുകയും അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. പിന്നീടാണ് ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്നിട്ടും ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ സാവർക്കറുടെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കുഴഞ്ഞുകൂടിയ ചരിത്രമാണ് സാവർക്കറിനുള്ളത്. അയാൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗണ്ണുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ദ്വീപിലെ കാലാപാനി വാസം കഴിഞ്ഞു വന്ന സാവർക്കറെ അല്ല മുമ്പ് കണ്ടിട്ടുള്ളത്. പിന്നീട് അയാൾ ചെയ്തതെല്ലാം കുറെ ഹിന്ദുത്വ പ്രവർത്തനങ്ങളായിരുന്നു. പിന്നീട് അയാൾ എഴുതിയതൊന്നും ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു. ഇതിനിടയിലുള്ള കാര്യങ്ങൾ എഴുതിയതൊക്കെ മാപ്പപേക്ഷ തന്നെയാണ്. അതിനെ ദയാഹർജി എന്ന് ന്യായീകരിക്കുന്നതും പിന്നീട് പരോൾ അപേക്ഷയുമായിട്ട് കമ്പയർ ചെയ്യുന്നതും ഒന്നും ന്യായീകരിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്ങനെ നോക്കിയാലും തീർത്തും സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാവർക്കറിന്റെ ചരിത്രം നിൽക്കുന്നത്. ഇവിടെ ഒരു കുഴപ്പമുള്ളത്, ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ റിപ്പോർട്ടുകൾ വരുമ്പോൾ സാവർക്കർ ജീവനോടില്ല. സാവർക്കർ മരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് കൊടിയ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനി ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നും വെള്ളമൊന്നും സ്വീകരിക്കാതെ സ്വയം ഏകദേശം മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു അദ്ദേഹം. ഇതിനിടയിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെയും നമ്മൾ തിരസ്കരിക്കുന്നില്ല, നമ്മൾ അപമാനിക്കുന്നില്ല, ഒന്നിനെയും നമ്മൾ പുച്ഛിക്കുന്നുമില്ല. ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ബഹുമാനിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ആ മാപ്പപേക്ഷകൾ ഇന്ത്യയിലെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കിടയിൽ വെറുപ്പുളവാക്കിയിട്ടുണ്ട്. ചരിത്രം എടുത്തു വായിക്കുന്ന പലർക്കും അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അറിവും നിങ്ങളുടെ യുക്തിയും ഞാൻ പറഞ്ഞതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ആരായിരുന്നു സാവർക്കർ? ഒന്നുകിൽ ഭീരു അല്ലെങ്കിൽ വീർ, ഒന്നുകിൽ പോരാടിയവൻ അല്ലെങ്കിൽ ശൂനക്യൻ. അത് ചരിത്രം തെളിയിക്കട്ടെ. എന്നിരുന്നാലും ഭാവിയിൽ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി വരെ അറിയപ്പെട്ടേക്കാം. അതിനു മുമ്പേ പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ആ യഥാർത്ഥതയോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ചരിത്രവുമായിട്ട് കണ്ടുമുട്ടാം.